SRTCയിലെ ഡ്രൈവർ യദുകുമാറിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CPM-ഉം DYFI-യും SFI-യും ഉൾപ്പെടെ ഇരവാദവുമായി ഇറങ്ങിയിട്ടുണ്ട്. ഇവർ ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ കുറേ ദിവസങ്ങൾ കൊണ്ട് ഇവർ രൂപപ്പെടുത്തി എടുത്തതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. KSRTCയിലെ യാത്രക്കാരുടെ വായടപ്പിച്ചിട്ടുണ്ട്, ജോലി ചെയ്ത കണ്ടക്ടറുടെ വായടപ്പിച്ചിട്ടുണ്ട്, ബസ്സിലുണ്ടായിരുന്ന തെളിവായ തെളിവ് മെമ്മറി കാർഡ് ഇവർ എടുത്തു മാറ്റിയിട്ടുണ്ട്. കാരണം ഡ്രൈവർ ഇതു പറയുന്നുണ്ട്, അതിൽ മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ, അതിൽ വീഡിയോ ഉണ്ടെങ്കിൽ താൻ രക്ഷപ്പെടുമെന്ന്. അത് അദ്ദേഹം അന്ന് പറഞ്ഞതാണ്. സംഭവം ഉണ്ടായതിൻ്റെ അടുത്ത ദിവസം അയാൾ പറഞ്ഞതാണ്. KSRTC ഭരിക്കുന്നത് CATU ആണ്. ഇവിടെ ഭൂരിപക്ഷം തൊഴിലാളികളും CATUക്കാർ തന്നെയാണ്. പാർട്ടിക്കും നേതാക്കന്മാർക്കും ഒന്നും സംഭവിക്കാതിരിക്കാൻ, സ്വന്തം കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാലും, രോഗം വന്ന് മരിച്ചാലും, ശമ്പളം കിട്ടിയില്ലെങ്കിലും പാർട്ടിക്ക് വേണ്ടി ചാകുന്ന ചാവേറുകളും അടിമകളും ഭ്രാന്ത് പിടിച്ച പേപ്പട്ടിക്കൂട്ടങ്ങളുമുണ്ട് ഈ KSRTCയിൽ എന്നതാണ് ഒരു വസ്തുത. മാത്രമല്ല, അന്നേ ദിവസം ഈ വിഷയങ്ങൾ അന്വേഷിക്കാൻ പോയ KSRTCയിലെ ഇൻസ്പെക്ടർമാർ ഇവരാരും പ്രോപ്പറായ എഡ്യൂക്കേഷൻ ഉള്ളവരല്ല. ഭൂരിഭാഗം പേരും ഡൈഹാർനസിൽ ജോലി കിട്ടി ഇൻസ്പെക്ടർമാരായിട്ടുള്ളവരാണ്. നന്നായി മലയാളം പോലും എഴുതാൻ അറിയാത്ത ഇവരാണ് ഇത്തരം ഡ്യൂട്ടികളിൽ നിയോഗിക്കപ്പെടുന്നത്. കാരണം പാർട്ടിക്കോ പാർട്ടി സഖാക്കൾക്കോ പാർട്ടിയുടെ യൂണിയനിൽപ്പെട്ടവർക്കോ ഒരു പ്രശ്നമുണ്ടായാൽ അത് ഒഴിവാക്കുന്നതിന് ഇത്തരം ആളുകളെ കൊണ്ട് റിപ്പോർട്ട് എഴുതിപ്പിച്ച് റിപ്പോർട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഇവർ എഴുതി കൊടുത്താൽ മതി, ഞങ്ങൾ പോയി അന്വേഷിച്ചിരുന്നുവെന്ന്. അങ്ങനെയാണ് KSRTCയിൽ നിയമ നടപടികൾ ഉണ്ടാകുന്നത്. CATUവിൽ തന്നെ SC/ST പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന പാവപ്പെട്ട ദരിദ്രരായ ആളുകളുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള നടപടികൾ ഇവർ മുന്നോട്ട് കൊണ്ടുപോവുകയും വലിയ സഖാക്കന്മാരുടെ, തമ്പ്രാൻ സഖാക്കന്മാരുടെ പ്രശ്നങ്ങൾ അവിടെ വെച്ച് പരിഹരിക്കുകയും ചെയ്യും. KSRTC ഒരു മാഫിയ സംഘത്തിൻ്റെ കയ്യിലാണുള്ളത്. ആ മാഫിയ സംഘത്തെ നയിക്കുന്നത് CATU ആണ്. പുറത്ത് രാഷ്ട്രീയപരമായി അതിനെ നയിക്കുന്നത് CPM ആണ്. അപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്ത മെമ്മറി കാർഡ് കാണാതെ പോയി എന്നാണ്. ഈ മെമ്മറി കാർഡ് കാണാതെ പോകുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. ഒന്ന്, മെമ്മറി കാർഡ് കിട്ടിയാൽ അതിൻ്റെ ഗുണം ലഭിക്കുന്നത്, ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബെനിഫിഷ്യറി ആരാണ് എന്ന് ആലോചിച്ചാൽ മതി. അത് യദുവാണ്. അത് അയാൾ തന്നെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, അന്ന് രാത്രിയിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പിറ്റേ ദിവസം 12 മണിക്കൂർ അവിടെ ഇരുത്തി പറഞ്ഞു വിട്ട യദു പിന്നീട് KSRTCയിലേക്ക് ചെന്നിട്ടില്ല. KSRTC ബസ് പോലീസ് കസ്റ്റഡിയിലാണ്. പോലീസ് കസ്റ്റഡിയിൽ എന്ന് പറഞ്ഞാൽ പോലീസുകാർ പറയും സ്റ്റേഷനിൽ കൊണ്ടുവിട്ട് ഇവിടെ ഇടാൻ സ്ഥലമില്ലെന്ന് പറയും. അപ്പോൾ ആ മെമ്മറി കാർഡ് ആരുടെ കയ്യിലാണ്? KSRTCയുടെ കയ്യിലാണ്. KSRTCയുടെ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാരൊക്കെയാണ്? CATUക്കാരാണ്, യൂണിയൻകാരാണ്. ഓരോ യൂണിറ്റിലും അവിടുത്തെ യൂണിയൻകാരെ പേടിച്ച ഉദ്യോഗസ്ഥന്മാർ വരെ ഇരിക്കുന്നത്. കാരണം ക്ലർക്കുമാർ വരെ CATUക്കാരാണ്. അപ്പോൾ ഭീഷണി കൊണ്ട് ഭയന്ന്
കാര്യങ്ങൾ ചെയ്യപ്പെടുന്ന ഒരിടമാണ്, ഒരു മാഫിയ സംഘമാണ്, ഒരു ഗുണ്ടകളുടെ വിളയാട്ടം നടക്കുന്ന ഒരിടമാണ്, ഗലിയാണ് KSRTC എന്ന് പറയുന്നത്. അപ്പോൾ KSRTCയിൽ നിന്ന് മെമ്മറി കാർഡ് കാണാതെ പോയി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മെമ്മറി കാർഡ് ഇവർ എടുത്തു മാറ്റിയെന്ന്. അത് അന്വേഷിക്കാൻ പോലീസിന് കേസ് കൊടുത്തത് എന്തിനാണ്? അത് ആലോചിക്കേണ്ടതാണ്. കേസ് കൊടുത്തത് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു പോയി എന്ന് വരുത്തി തീർക്കാനാണ്. അല്ലാതെ മെമ്മറി കാർഡ് കാണാതെ പോയി എന്നതിൻ്റെ പേരിലുള്ള സങ്കടമോ നീതി തെളിയിക്കാൻ വേണ്ടി KSRTC ഓടി നടക്കുകയാണെന്ന് പറയുന്നത് അങ്ങനെയൊന്നുമല്ല. KSRTCയുടെ ചീഫ് ഓഫീസിലിരിക്കുന്ന വിജിലൻസിൻ്റെ ഹെഡായിട്ടിരിക്കുന്ന ആളുകൾ വരെ CITUവിൻ്റെ ആളുകളാണ്. എനിക്ക് തോന്നുന്നത് സാമാന്യ യുക്തിക്കനുസരിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ പോലും പറ്റാത്ത ആളുകളൊക്കെ തന്നെയാണ്. അങ്ങനെയുള്ളവരെയാണ് അവർ പിടിച്ചതിൻ്റെ തലപ്പത്ത് വെക്കാറുള്ളത്. കാലം അത്രയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു പേരിൽ കേസ് കൊടുത്തത് അതൊരു നാടകമാണ്. MLAയെയും മേയറെയും രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നാടകത്തിൻ്റെ ഭാഗമാണ്. അല്ലായിരുന്നെങ്കിൽ ബസ് തടഞ്ഞിട്ട MLAയുടെ പേരിലോ മേയറുടെ പേരിലോ ഇവർ നടപടിയെടുക്കേണ്ടതായിരുന്നു, KSRTC കേസ് കൊടുക്കേണ്ടതായിരുന്നു. മറിച്ച് ഭരിക്കുന്ന പാർട്ടിയുടെ MLA ആയതുകൊണ്ടാണ്, ഭരിക്കുന്ന പാർട്ടിയുടെ മേയർ ആയതുകൊണ്ടാണ് ഇവർ അത്തരം നടപടികളിലേക്ക് പോകാതിരുന്നത്. പോലീസ് എന്ന് പറയുന്ന ഈ ഗുണ്ട സംഘം പറഞ്ഞത് ഈ സാമാന്യ യുക്തിക്ക് നിരക്കാത്തൊരു കാര്യമാണ്. KSRTC ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് KSRTCയുടെ സർവീസ് മുടക്കിയതായി വരാൻ പറ്റില്ല എന്നാണ്. അത് തെറ്റാണ്. KSRTCയുടെ ഏതൊരു ഉദ്യോഗസ്ഥനും ഒരു ബസ് സർവീസ് മുടക്കാനുള്ള റൈറ്റ് ഇല്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഇൻസ്പെക്ടർമാർക്ക് പോലും കാരണം കൂടാതെ ബസ് സർവീസ് മുടക്കാൻ പറയാൻ പറ്റില്ല. അവർ ആ യാത്രക്കാരെ മറ്റൊരു KSRTC ബസ്സിൽ സ്റ്റാൻഡിൽ എത്തിക്കണമായിരുന്നു. അത് അവർ ചെയ്തിട്ടില്ല. മാത്രമല്ല, ബസ് ആക്സിഡൻ്റ് ആയിട്ടില്ല, ബസ് എവിടെയും ഇടിച്ചതായി പരാതിയില്ല, മറ്റൊരു പരാതിയുമില്ല. ഇയാൾ റാഷ് ഡ്രൈവിംഗ് ആയിരുന്നുവെന്ന് മേയറമ്മയും സംബന്ധക്കാരനും പറയുന്നുണ്ട്. പക്ഷേ അയാൾ റാഷ് ഡ്രൈവിംഗ് നടത്തിയതിൻ്റെ വീഡിയോ CCTV ദൃശ്യങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭ്യമല്ല. ഏതെങ്കിലും ഇതര യാത്രക്കാർ, സ്വകാര്യ ഇതര യാത്രക്കാർ ആരെങ്കിലും ഞങ്ങളുടെ വണ്ടിയിൽ മുട്ടാൻ വന്നു പരാതിയുമായി വന്നിട്ടില്ല. മറിച്ച് ഇനിയൊരു പരാതിക്കാരനെ ഉണ്ടാക്കാം. കാരണം CPM ആണല്ലോ, അത് ഉണ്ടാക്കുക തന്നെ ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇടതുവശം ചേർന്ന് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച ഈ വണ്ടിയെ തടഞ്ഞിട്ടത് മേയറും സംബന്ധക്കാരനും കൂടിയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നും. ഈ സംബന്ധക്കാരനായ സജിൻ ദേവ് MLA എന്തുകൊണ്ടാണ് ഇതുവരെ വാ തുറക്കാതിരിക്കുന്നത്? ഇവൻ്റെ വായിൽ പഴമാണോ? ഇവൻ MLA അല്ലേ? എന്തേ ഈ മേയർ കൊച്ചമ്മ തന്നെ കിടന്ന് തുള്ളുന്നു? പണ്ട് മോഹിനിയാട്ടവും തിരുവാതിരവും ഒക്കെ കളി കാണുന്ന നമ്പൂരിയച്ചന്മാരുടെ കൂട്ട് ഈ കളി കണ്ടിരുന്ന നമ്പൂരിയച്ചന്മാർ അവിടെ ഇരുന്നോളുമല്ലോ. പൊതുജനത്തെ വിഡ്ഢിയാക്കാൻ ഈ മേയർ കൊച്ചമ്മയെ ഇട്ട് തുള്ളിക്കുകയാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സജിൻ ദേവ് MLA മറുപടി പറയണം. അയാൾ പറഞ്ഞേ പറ്റിയോ. ഇന്ന് നമ്മുടെ ലുട്ടാപ്പി പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. പത്രസമ്മേളനം നടത്തിയപ്പോൾ ലുട്ടാപ്പി പറഞ്ഞത് AA റഹീം രാജ്യസഭാ മെമ്പറാണ്. അയാൾ പറഞ്ഞത് സജിൻ ദേവ് MLA വണ്ടിയിൽ കയറി. ശരിയാണ്, അത് സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ടിക്കറ്റ് എടുത്തോളൂ, ഞാൻ തമ്പാനൂരേക്ക് വണ്ടി അങ്ങോട്ട് വിട്ടോളാൻ. ഒരു തലയ്ക്ക് വെളിവില്ലാത്തവനാണോ ഈ AA റഹീം? ഈ വണ്ടി തിരുവനന്തപുരത്തിനല്ലേ പോകുന്നത്?
ഈ വണ്ടി തിരുവനന്തപുരത്തിന് പോകുന്ന വണ്ടി ഇനി തിരുവനന്തപുരത്തിന് വിട്ടോ എന്ന് ആജ്ഞ കൊടുക്കാൻ MLA സച്ചിൻ ദേവ് ആരാണ്? KSRTCയിൽ ധാരാളം MLAമാർ യാത്ര ചെയ്യാറുണ്ട്. പാസ് കാണിച്ച് മര്യാദയ്ക്ക് അതിനകത്തിരിക്കും. അതിനകത്ത് ഒരു ഡയറക്ഷനും പറ്റത്തില്ല. ആ വണ്ടിയുടെ സർവീസിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ മുഴുവൻ അതിലെ കണ്ടക്ടറും ഡ്രൈവറിൻ്റെയും കൂടെ തുല്യമായ അഭിപ്രായത്തിൽ അവർ സ്വരൂപിച്ച് മുമ്പോട്ട് പോയിക്കോളും. അവർക്ക് കിട്ടിയ നിർദ്ദേശം എങ്ങനെയാണ് സർവീസ് നടത്തേണ്ടതെന്ന് അവർക്കറിയാം. പിന്നെ ഈ MLAക്ക് എന്തിനാ ടിക്കറ്റ്? KSRTCയിൽ MLAമാരെന്ന് പറയുന്ന എല്ലാവന്മാർക്കും ഫ്രീ ആണ്. റഹീമിനൊരു ലജ്ജ വേണ്ട. ഇവൻ സാമൂഹ്യ പ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്, ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കി അവർക്കിടയിൽ ഇറങ്ങി നടക്കുന്നവനാണെന്ന് പറയുന്നു. ഒരു വെളിവും വെള്ളിയാഴ്ചയൊക്കെ വേണ്ടേ? ഇവിടുത്തെ കേരളത്തിൻ്റെ അധികാര ശ്രേണിയിൽ കുറേ വർഷങ്ങളായി ഭരിക്കുന്നൊരു പാർട്ടിയാണല്ലോ. അതിൻ്റെ പ്രവർത്തകനായിട്ട് വരുമ്പോൾ സാമാന്യത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിയാതെ ഇത്തരം വർത്തമാനങ്ങൾ പറയരുത്. ഈ സച്ചിൻ ദേവ് എവിടെയാണ്? ബാലുശ്ശേരിക്കാരനായ സംവരണ സീറ്റിൽ മത്സരിച്ച തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രനെ സംബന്ധം ചെയ്ത ഈ MLA DYFI ഗുണ്ട, ESFI ഗുണ്ട എവിടെയാണ്? അയാൾ പുറത്ത് വന്ന് മറുപടി പറയട്ടെ. ഇതുവരെ ഒരു മാധ്യമങ്ങളോ ആരും അയാളെ തേടി പോകാത്തത് എന്താണ്? സച്ചിൻ ദേവിന് ചങ്കൂറ്റമുണ്ടോടാ? നിനക്ക് പുറത്ത് വന്ന് പത്രക്കാർ ചോദിക്കുന്ന ചോദ്യത്തിന്, ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ നീ ഉത്തരം പറയണം. ജനാധിപത്യത്തിൽ ജനമാണ് പ്രതിപക്ഷം. ജനങ്ങൾക്ക് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിന് ഉത്തരം പറയാൻ നീ സന്നദ്ധനാണ്, നീ ബാധ്യസ്ഥനാണ്. ബാലുശ്ശേരിയിലെ ജനങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? രാഷ്ട്രീയ അടിമത്തത്തിൻ്റെ പേരിൽ ജനാധിപത്യ പൗരാവകാശങ്ങളെ ലംഘിക്കുന്ന ഒരു ക്രിമിനലിനെ MLA ആയി കൊണ്ടു നടക്കാൻ നമുക്ക് ബാധ്യതയുണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇനി റഹീം എന്ന് പറയുന്ന ലുട്ടാപ്പി പറയുന്നത് എന്താ? വണ്ടി തടഞ്ഞില്ല. ഇയാൾ വണ്ടി കുറുകെയിട്ട് ഇടതുവശത്തൂടെ കയറി വന്ന് വണ്ടി കുറുകെ ഇടുന്നത് നമുക്ക് കാണാം. CCTV ദൃശ്യത്തിൽ കാണാം. കുറുകെയിട്ട വണ്ടി എങ്ങനെയാണ് തിരുവനന്തപുരത്ത് എടുക്കാൻ ഇയാൾ പറയുക? ഇയാൾ വണ്ടിക്കകത്ത് കയറി യാത്രക്കാരെ ഇറക്കുന്നു, ഭീഷണിപ്പെടുത്തി ഇറക്കുന്നു. ഇയാളുടെ ഭാര്യയും നാത്തൂനും ആങ്ങളെയും ഗുണ്ടകളും കൂടി ഇപ്പുറത്ത് ഡ്രൈവറെ ഒരു ഗുണ്ടായുസം കാണിക്കുന്നു. പിന്നെ എങ്ങനെ വണ്ടി തിരുവനന്തപുരത്തിന് പോകും? റഹീമേ, നിനക്ക് വെളിവുണ്ടോ? CPMകാരും DYFIക്കാരും SFIക്കാരും പറയുന്നത് മുഴുവൻ അങ്ങ് സത്യസന്ധമാണെന്നും ജനങ്ങളത് വെള്ളം തൊടാതെ വിഴുങ്ങുമെന്നുമാണ് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ കാലം മാറിയിട്ടുണ്ട്. നിങ്ങളുടെ അടിമകൾ, നിങ്ങൾ ഭ്രാന്താക്കി വെച്ച, ബ്രെയിൻ വാഷ് ചെയ്ത അടിമകൾ നിങ്ങളോട് ഒപ്പം ചേരും എന്നത് വസ്തുതയാണ്. പക്ഷേ സച്ചിൻ ദേവ് എന്ന് പറയുന്ന MLA ഉത്തരം പറയാതിരിക്കുന്നിടത്തോളം കാലം അതിനർത്ഥം ഇവർ കുറ്റക്കാർ തന്നെയാണ് എന്ന് തന്നെയാണ്. ആര്യ രാജേന്ദ്രൻ ചില ഞുടുക്ക് വർത്തമാനങ്ങളൊക്കെ പറയും. ഞങ്ങൾ ലംഘനം, വണ്ടി തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇടതുവശത്തൂടെ തെറ്റിച്ച് മുമ്പിൽ വന്ന് വണ്ടി തടഞ്ഞിടുമ്പോഴാണല്ലോ അത് തടയലാകുന്നത് എന്ന് ഇങ്ങോട്ട് തന്നെ ഒരു വ്യാഖ്യാനം ആദ്യമേ തന്നെ പറയുന്നു. ഒരു ഉഡായിപ്പ് CPM ഡയലോഗാണിത്. ഒരു ലജ്ജ വേണ്ടേ? കേരളത്തിൻ്റെ നിയമസഭയുടെ നിലവിലെ MLA ആയ സച്ചിൻ ദേവും ബാലുശ്ശേരി സംവരണ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന പട്ടികജാതിക്കാരനായ സച്ചിൻ ദേവും അയാളുടെ ഭാര്യയും നായർ സമുദായത്തിൽപ്പെട്ടവളും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുമായ ആര്യയും നാത്തൂനും ആങ്ങളെയും പാർട്ടി ഗുണ്ടകളും ചേർന്ന് ഇടതുവശത്തുകൂടെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച ബസ്സിന് സൈഡ് കൊടുക്കാത്തതിൻ്റെ പേരിൽ പട്ടത്ത് പാളയത്ത് തടഞ്ഞിട്ട് സീബ്ര ലൈനിൽ വണ്ടി കയറ്റിയിട്ട് തടഞ്ഞു നിർത്തി ഡ്രൈവറോട് കയർക്കുകയും അയാൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കുകയും ബസ് സർവീസ് നിർബന്ധപൂർവ്വം നിർത്തിവെക്കുകയും ചെയ്ത നടപടി
അതിൻ്റെ സാങ്കേതികത്വം എന്തായിരുന്നാലും അതങ്ങനെ അത് തുടരട്ടെ. പക്ഷേ ഒരു MLAക്ക് ഒരു ബസ് നിർത്തി അതിലെ യാത്രക്കാരെ യാത്ര മുഴുമിക്കുന്നതിന് ഇറക്കി വിടാനുള്ള അവകാശമില്ല. ഒരു മേയർക്ക് അതിനുള്ള അവകാശമില്ല. കാരണം ഒരു ബസ് തടഞ്ഞിട്ടത് ഒരു മേയറാണ്, ഒരു MLA ആണ്. ജനാധിപത്യത്തിൽ ജനങ്ങളെ സേവിക്കേണ്ട ഇവർ ജനങ്ങൾക്ക് മുകളിലാണ് എന്നാണ് പ്രഖ്യാപിക്കുന്നത്. മേയറെ നിനക്ക് അറിഞ്ഞുകൂടെ എന്നാണ് ചോദിക്കുന്നത്. MLA നിനക്ക് അറിഞ്ഞുകൂടെ എന്നാണ് ചോദിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഈ മേയറെ MLAയും തിരിച്ചറിയണമെന്നില്ല. സജിൻ ദേവ് ഉൾപ്പെടെയുള്ള എല്ലാ MLAമാരെയും നമ്മൾ അറിയുകയില്ല. സജിൻ ദേവിനെ പോലെ സംവരണ സീറ്റുകളിൽ മത്സരിച്ച് പാർട്ടി അടിമകളായി കഴിയുന്ന ഭാര്യമാരുടെ ഇതുപോലെ സവർണ സ്ത്രീകളെയാണ് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടിമകളായി കഴിയുന്ന അത്തരം നായ്ക്കൂട്ടങ്ങളെ ആരും അറിയുകയില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ വാഹനത്തിന് മുമ്പിൽ കയറി യാത്ര ചെയ്ത ഒരാളാണ്. പ്രസിഡന്റിനേക്കാൾ മുകളിലാണല്ലോ ലവളിരിക്കുന്നത്. അത്തരം ഒരു ഇടപെടൽ കേരളത്തിൻ്റെ ജനാധിപത്യ ബോധത്തെയും ജനാധിപത്യ അവകാശത്തെയും ചോദ്യം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ട് പേർ തമ്മിലുള്ള മേയർ MLAയും ഡ്രൈവറും തമ്മിലുള്ള പ്രശ്നമല്ല, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന ജനാധിപത്യ ഭാവനകളുടെ റദ്ദ് ചെയ്യലാണ്. കാരണം ഇന്ത്യയിലെ ഒരു പൗരന് തൻ്റെ അഭിപ്രായം പറയാനും തനിക്ക് സ്വതന്ത്രത്തോടെ ജീവിക്കാനും ആരെയും വിധേയപ്പെടാതെ ജീവിക്കാനുമുള്ള അവകാശമാണ് ജനാധിപത്യത്തിലുള്ളത്. അതോടൊപ്പം തന്നെ തൻ്റെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 14 ഫണ്ടമെന്റൽ റൈറ്റ്, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പിന്നീട് വരുന്ന വകുപ്പുകളിലൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ജനാധിപത്യ അവകാശങ്ങളെ ധ്വംസിക്കുകയും തങ്ങളുടെ രാഷ്ട്രീയ ഗുണ്ടായുസം കൊണ്ട് ജനാധിപത്യത്തെ അടിച്ചമർത്തുകയും ചെയ്യുന്ന പ്രക്രിയ വർത്തമാനകാലത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം ഹിന്ദുത്വ ബ്രാഹ്മണിസ്റ്റ് ഫാസിസം ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ ഭരണഘടനയെയും അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ അതേ രൂപത്തിൽ അതേ ശക്തിയിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഫാസിസം ജനാധിപത്യത്തെ തകർക്കുകയാണ്. പൗരന്മാർ ഭീതിയിലാണ്. പ്രതികരിക്കാൻ, അവരുടെ അഭിപ്രായം പറയാൻ തക്കവണ്ണം ഭീതിയുടെ നിഴലിലാണ്, ഭീതിയുടെ താഴ്വരയിലാണ് കേരളീയ ജനത ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് ജനാധിപത്യത്തിന് ഉണ്ടായിട്ടുള്ള ഈ പതനത്തെ, ജനാധിപത്യം തകർക്കപ്പെടുന്നത് നോക്കി നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ജനാധിപത്യത്തിൻ്റെ ഒരു വിഷയമായി ജനാധിപത്യത്തെപ്പറ്റിയുള്ള ചർച്ച, പൗരന്മാരുടെ അവകാശത്തെപ്പറ്റിയുള്ള തുറന്ന ചർച്ച തുടങ്ങി വെക്കേണ്ടതുണ്ട്. അതിനൊരു വലിയൊരു തുടക്കം, അല്ലെങ്കിൽ അതിനൊരു സംഭവം, ഒരു ഈവൻ്റ് ഇത് ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനിടയാക്കിയിട്ടുള്ള സാധാരണക്കാരനായ യദുവിൻ്റെ നിയമ പോരാട്ടങ്ങൾക്ക് സർവ്വവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ്. സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ് കേരള യദുവിനോടൊപ്പം അയാളുടെ ജനാധിപത്യ അവകാശ പോരാട്ടങ്ങൾക്ക് നിൽക്കുകയാണ്. സാങ്കേതികപരമായ തൊഴിൽപരമായ അയാളുടെ പേരിലുള്ള പ്രശ്നങ്ങൾ അത് തൊഴിൽ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകട്ടെ. മറിച്ച് അയാൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അയാളുടെ ഭാഗത്ത് ശരിയെന്ന് സാധാരണ ഏതൊരാൾക്കും ബോധ്യപ്പെട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അധികാരത്തിൻ്റെ ഹുങ്കും അധികാരത്തിൻ്റെ അഹങ്കാരവും കൊണ്ട് കേരളീയ മനസ്സിൽ പ്രതിഷ്ഠ നേടിയ ക്രിമിനലിസത്തിൻ്റെയും മാഫിയ സംഘത്തിൻ്റെയും രൂപമായി മാറിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രണ്ട് പ്രതിനിധികൾ ഇന്ത്യൻ ജനാധിപത്യത്തെ തകർത്തുകളയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്ത്യൻ ഭരണഘടന കുന്തവും കുടച്ചക്രവും എന്ന് പറയുന്ന പാർട്ടിയിൽ
അത് പറഞ്ഞവനെ മന്ത്രിയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി, ജനാധിപത്യത്തെ അംഗീകരിക്കാത്തവർ, തൊഴിലാളി വർഗ സ്വേച്ഛാധിപത്യത്തെ അംഗീകരിക്കുന്ന ഫാസിസ്റ്റുകളുടെ ഈ ജനാധിപത്യ വിരുദ്ധതയെപ്പറ്റിയാണ് ചർച്ച ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ അഭിപ്രായം.